ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂവസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു കൊണ്ടാട്ടം ചിക്കനാണ് കേട്ടോ. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം. എങ്ങനെയാണ് ഈ സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളപ്പോൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് അതിൻ്റെ കൂടെ ചേർക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ആ ചിക്കനിലേക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനോട് കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ കറിവേപ്പില ഒന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കാം. ഇപ്പോൾ ഞാനിതൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലൊഴിച്ചിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ. നമ്മളപ്പോൾ ഇവിടെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 1 അവർ, മിനിമം ഒരു 1 അവർ എങ്കിലും ഇത് വെക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ആക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1 അവർ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് മാറ്റി നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കാരണം ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ വെള്ളമൊക്കെ വന്നിട്ട് ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഓയിൽ അതിൽ ചെയ്യാം. അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആ ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒരു ട്രിപ്പ് ഇവിടെ ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മസാല ഉണ്ടാക്കണം നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സവോള ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ 15 ചെറിയ ഉള്ളി. എൻ്റെ കയ്യിൽ കൊച്ചുള്ളിയായിരുന്നു, നിങ്ങളുടെ കയ്യിൽ വലുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. ഒരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ ഈ വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ ഒരു കഷ്ണം കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്. ഇത്രയാണ് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്കിതിൻ്റെ സ്പൈസസ് ആണ്. അതൊന്ന് ഞാൻ അങ്ങനെ ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ഞാനപ്പോൾ ആ ചിക്കൻ വറുത്ത എണ്ണ ഈ പാനിൽ നിന്ന് മാറ്റി അതൊന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. അരിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള എണ്ണ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ആ സവോള വഴറ്റാൻ ആവശ്യമുള്ളത്. ആദ്യം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് വേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. വേപ്പില മൂത്ത് വരുമ്പോൾ ഒരല്പം, അതായത് 1 ടീസ്പൂൺ ഇത് പെരിഞ്ജീരകമാണ് കേട്ടോ. ഇത് ഫെന്നൽ സീഡ് എന്ന് പറയുന്ന പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമ്മൾ ചതച്ച് വെച്ചില്ലേ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ നന്നായിട്ട് മൂത്തുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും അതുപോലെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ മൂത്ത് നല്ല വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.25 ടേബിൾ സ്പൂൺ കൊത്തുമുളക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ആ ചില്ലി ഫ്ലേക്സും കൂടെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ
കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതൊരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നമ്മളിതാ ഇട്ട് കൊടുത്ത പൊടികളും എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അതൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ്, എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ആ സോസൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരല്പം മതി കേട്ടോ. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മതി, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കാം ആവശ്യത്തിന് ഉപ്പായിട്ടുണ്ടോ എന്ന്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ ചിക്കൻ ആ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് വറ്റിച്ച് കൊടുക്കാം. ഇതാ അപ്പം നമ്മൾ ആ മസാല ചിക്കനിലേക്കൊക്കെ പിടിച്ച് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളിതാ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂവൂസ് കിച്ചൺ.